മയ്യത്ത് കഫൻ ചെയ്യുന്നത് എങ്ങനെ എന്നതാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. ഒരാൾ മരണപ്പെട്ടു പോയാൽ 4 കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ കാര്യമാണ് കഫൻ ചെയ്യൽ. ഒന്നാമത്തേത് കുളിപ്പിക്കുക, രണ്ടാമത്തേത് കഫൻ ചെയ്യുക, മൂന്നാമത്തേത് മയ്യത്ത് നിസ്കരിക്കുക, നാലാമത്തേത് മറമാടുക. ഇതൊരു നാട്ടിൽ ഒരാൾ മരിച്ചാൽ ആ മരണം അറിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളുടെ മേലിലുമായി നിർബന്ധമാണ്, സാമൂഹ്യ ബാധ്യതയാണ്. ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവായി, ഒരാളെങ്കിലും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. അപ്പൊ സാമൂഹ്യ ബാധ്യതയിലെ രണ്ടാമത്തെ കാര്യമാണ് കഫൻ ചെയ്യുക എന്ന് പറയുന്നത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം കഫൻ ചെയ്യാൻ ചുരുങ്ങിയ വശം ഒരു വസ്ത്രം ഉണ്ടായാലും മതി. ആകെ മൂടുന്ന ഒരു വസ്ത്രം ഉണ്ടായാൽ കഫൻ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയതായി. പക്ഷേ നമ്മൾ മറ്റൊരാൾക്ക് കഫൻ ചെയ്ത് കൊടുക്കുമ്പോൾ 3 വസ്ത്രം തന്നെ പുരുഷന് വേണം. അത് നിർബന്ധമാണ്. ഔറത്ത് മറക്കുന്ന അത്രയും ഭാഗം കൊണ്ട് എന്നെ കഫൻ ചെയ്താൽ മതി എന്ന് മയ്യത്ത് നേരത്തെ തന്നെ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതൊന്നും ഇല്ലാത്ത കണ്ടീഷനിൽ 3 തുണി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുരുഷനെ കഫൻ ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം 5 വസ്ത്രങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. 3 കഫൻ തുണി നമ്മൾ പറഞ്ഞുപോയി. പിന്നെ വേണമെങ്കിൽ ഒരു തലപ്പാവ്, അതുപോലെ ഒരു ഖമീസ്. അത് സുന്നത്തൊന്നുമില്ല, ഉപയോഗിച്ചു എന്നതുകൊണ്ട് കറാഹത്തുമില്ല. എന്നാൽ ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പുരുഷന്മാർക്ക് തലയിൽ കൂടി കെട്ടിക്കാറുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് തോന്നുന്നു, നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഫൻ ചെയ്ത് കൊടുത്തപ്പോൾ 3 വസ്ത്രം മാത്രമാണ് ഉപയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവർക്ക് കഫൻ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ 3 വസ്ത്രമാണ് ഉപയോഗിച്ചത്. ഫുഖഹാവ് പറയുന്നു, ഇനി വർദ്ധിപ്പിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു തലപ്പാവും ഒരു നീളക്കുപ്പായവും ആണെങ്കിൽ വർദ്ധിപ്പിക്കാം, കറാഹത്തൊന്നുമില്ല. എങ്കിലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 3 വസ്ത്രം മാത്രമാണ് നല്ലത്. ആ 3 വസ്ത്രം നമ്മൾ ധരിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. കടക്കാരനായ ഒരാളാണ്, അദ്ദേഹത്തിന് കടം വീട്ടാൻ കഴിഞ്ഞില്ല. കടക്കാരായ ആൾക്കാർ പറയാണ്, നമുക്ക് തരാനുള്ള സ്വത്തുകൊണ്ടാണ് ഈ കഫൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു തുണി മതി തൽക്കാലം, അവിടുത്തെ മതിയല്ലേ വേണ്ടുള്ളൂ, അതുകൊണ്ട് ആകെ മൂടുന്ന ഒരു വസ്ത്രം ഉപയോഗിക്കാം, 2ഉം 3ഉം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ല. 18 വയസ്സ് പ്രായപൂർത്തി എത്താത്ത മക്കൾ ഉണ്ടാകുമ്പോൾ 3നേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാനും പാടില്ല. അവരുടെ സ്വത്ത്, അവരുടെ മയ്യത്തിൻ്റെ സ്വത്തെല്ലാം മക്കളെ സ്വത്തായി മാറിയല്ലോ. മനസ്സിലാണില്ലേ? 3 വസ്ത്രത്തേക്കാൾ കൂടുതൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളുള്ള പിതാവിനെ 3 വസ്ത്രത്തേക്കാൾ കൂടുതൽ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കഫൻ ചെയ്യാൻ പാടില്ല. അതാണ് നിയമം. കാരണം അവർ കുട്ടികളാണ്. ഈ സ്വത്ത് കുട്ടികളുടെ സ്വത്താണ്. കുട്ടികൾക്ക് സ്വത്ത് ക്രയവിക്രയം ചെയ്യാൻ അവകാശമില്ല. അതുകൊണ്ട് ഓരോ സമ്മതം പരിഗണിക്കൂല. പ്രായപൂർത്തി എത്താത്ത കുട്ടികളുടെ സമ്മതവും പരിഗണിക്കൂല. സമ്മതം പറയാൻ മാത്രമുള്ള സമയം അവർക്ക് ആയിട്ടില്ല.
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്തു കൊടുത്തപ്പോൾ ഒരു ലെങ്കോട്ട് കെട്ടിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. ലെങ്കോട്ടി അറിയോ? ലെങ്കോട്ടി അത് ഒരു വസ്ത്രമായി പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്താം. സ്ത്രീകളാകുമ്പോൾ കഫൻ ചെയ്യുമ്പോൾ 5 വസ്ത്രമാണ് ഉത്തമമായത്. പുരുഷന്മാർക്ക് ഉത്തമമായത് 3 വസ്ത്രം. വേണമെങ്കിൽ തലപ്പാവും ഖമീസും വർദ്ധിപ്പിക്കാം. സുന്നത്തില്ല, ധരിപ്പിച്ചു എന്നതുകൊണ്ട് കുഴപ്പമില്ല, എങ്കിലും നല്ലതിനെതിരാണ്. എന്നാൽ സ്ത്രീകളാവുമ്പോൾ അവർക്ക് നല്ലത് 5 വസ്ത്രങ്ങളാണ്. അതൊന്ന് ഒരരയുടുപ്പ്, പുരുഷന്മാരൊക്കെ ധരിക്കുന്ന മാതിരി തന്നെ ഒരു മുണ്ട്. മഹദിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു മുണ്ട്, അരയുടുപ്പ് മഹദിയായ ഉമ്മു കുൽസൂമിന് ധരിപ്പിച്ചു കൊടുത്തു എന്ന് കാണാം. അപ്പൊ ആദ്യം അരയുടുപ്പ് ധരിപ്പിക്കുക സ്ത്രീകളാവുമ്പോൾ, പിന്നെ മക്കന ഇടുക, എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഖമീസ് ഇടുക. ഖമീസ് എന്ന് പറഞ്ഞാൽ നിസ്കാരക്കുപ്പായം. അപ്പോൾ ലോക്കായല്ലോ. മക്കനയുടെ മുകളിലൂടെ അങ്ങോട്ട് വരുമ്പോൾ മക്കന ലോക്കായി, അടിയിൽ അരയുടുപ്പും, പിന്നെ അതിന് പുറമെ ആകെ മൂടുന്ന 2 വസ്ത്രവും. ഇതാണ് സ്ത്രീകൾക്ക് ഉത്തമമായിട്ടുള്ളത്. നരസായ വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല. ജീവനുള്ള ആളുകൾ നരസായ വസ്ത്രം ധരിച്ച് നിസ്കരിക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ മയ്യത്തിന്റെ വസ്ത്രത്തിൽ നരസുണ്ടെങ്കിൽ നമുക്ക് ആ മയ്യത്തിന്റെ പേര് നിസ്കരിക്കാൻ പറ്റില്ല. ആ വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ ചെറിയൊരു തർക്കമുണ്ട്. നരസ് പാടില്ല എന്ന് പറയുന്നത് മയ്യത്ത് നിസ്കാരം വരെയാണോ അതല്ല കഫൻ ചെയ്യുന്നത് വരെയാണോ? ഒരു ചെറിയ തർക്കമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, നിസ്കരിക്കുന്നത് വരെ എന്തായാലും നരസ് പാടില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇപ്പം മയ്യത്തിൽ നിന്ന് നരസ് വന്നാലും കുഴപ്പമില്ല എന്ന അഭിപ്രായക്കാരനാണ്. ചില ഘട്ടങ്ങളിലെല്ലാം അങ്ങനെയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതേസമയം മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, മറമാടുന്നത് വരെ ആ മയ്യത്തിൽ ഒരു നരസും പാടില്ല. ചിലപ്പോൾ ഇങ്ങനെ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന മയ്യത്താണെങ്കിൽ കുളിപ്പിച്ച ഉടനെ തന്നെ നിസ്കരിക്കുക. വസ്ത്രത്തിൽ നരസാകുമെന്ന് കാണുമ്പോൾ ഫുഖഹാ അതിന് പറയുന്ന രൂപം ഇങ്ങനെയാണ്: കുളിപ്പിച്ച ഉടനെ തന്നെ പെട്ടെന്ന് നിസ്കരിക്കുക. എന്നിട്ട് കഫൻ ചെയ്യുക. പെട്ടെന്ന് മറമാടാനുള്ള കാര്യങ്ങൾ നിർവഹിക്കുക. അപ്പൊ നജസായ വസ്ത്രം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സാധാരണ ജീവിതകാലത്ത് ഏതെല്ലാം വസ്ത്രങ്ങൾ ധരിക്കൽ അനുവദനീയമാണ്, ആ വസ്ത്രങ്ങളെ കൊണ്ടെല്ലാം കഫൻ ചെയ്യലും അനുവദനീയമാണ്. പുരുഷന്മാരാകുമ്പോൾ പട്ട് ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് പട്ടു വസ്ത്രത്തിൽ കഫൻ ചെയ്യാൻ പാടില്ല. എന്നാൽ പുരുഷന് തന്നെ യോദ്ധാവാണെങ്കിൽ യുദ്ധത്തിൽ പട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിൽ പട്ട് ധരിച്ച് മരണപ്പെട്ടുപോയ ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ പട്ടുവസ്ത്രം കഫൻ തുണിയായി ഉപയോഗിക്കാവുന്നതാണ്. കഫൻ തുണിക്ക് വെള്ള മാത്രമേ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. വെള്ളയാണ് നല്ലത്. നമ്മൾ നീല കുപ്പായ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ പച്ച കുപ്പായ ഇടുന്നുണ്ട്, കറുത്ത കുപ്പായ ഇടുന്നുണ്ട്. ഇതുപോലെ വേണമെങ്കിൽ കഫൻ തുണിക്കും ഉപയോഗിക്കാം. വെള്ള തന്നെ വേണമെന്നില്ല. വെള്ളയാണ് ഏറ്റവും നല്ലത്, ആണായാലും പെണ്ണായാലും. പുരുഷന്മാരെ പോലെ തന്നെ വെള്ളം ഉപയോഗിക്കൽ സ്ത്രീകൾക്കും സുന്നത്തുണ്ട്. ജീവിതകാലത്തുമുണ്ട്, മരണത്തിന് ശേഷവുമുണ്ട്. അപ്പോ ഓരോരുത്തരുടെയും നിലവാരം പുലർത്തി
കഫൻ തുണി നന്നാക്കുന്നത് നല്ലതാണ്. ഒരാളുടെ നിലവാരത്തോട് യോജിക്കാത്ത രൂപത്തിൽ കഫൻ ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞ ആള് നല്ല ഒരു ബൂർഷ, ഒരു മുതലാളിയാണ്, സ്റ്റാൻഡേർഡുള്ള ആളാണ്, സമൂഹത്തിൽ അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് നുരുമ്പി കാണുമ്പോൾ തന്നെ മഞ്ഞയായി ഒരു കോറ വസ്ത്രം ഉപയോഗിച്ചിട്ട് കഫൻ ചെയ്യുക. കാണുമ്പോൾ പറയുമോ എന്തൊരു വലിയ മനുഷ്യനായിരുന്നു, അത് കിടക്കുന്നുണ്ടില്ല. ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തെ നിലവാരത്തെ നമ്മൾ കീപ്പ് ചെയ്യണം ആ കഫൻ തുണിയിൽ പോലും. സാധാരണഗതിയിൽ നമ്മളെല്ലാവർക്കും നല്ല വെള്ള വസ്ത്രം ഉപയോഗിക്കുന്നു. കിട്ടാവുന്നതിൽ വെച്ച് നല്ല ഒരു മുന്തിയ കോട്ടൺ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കഫൻ ചെയ്യുന്നത്. മനുഷ്യന്റെ തൊലി എടുത്തു കാണിക്കാത്ത വിധത്തിലുള്ള വസ്ത്രങ്ങളാണ് കഫൻ തുണിക്ക് ഉപയോഗിക്കേണ്ടത്. വസ്ത്രം കിട്ടാതെ വരുമ്പോൾ തോല് ഉപയോഗിക്കാം, പുല്ല് ഉപയോഗിക്കാം, മണ്ണ് ഉപയോഗിക്കാം എന്ന് ഫുഖഹാവ് പറയുന്നു. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നുമില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു നാട്ടിലങ്ങ് യുദ്ധം നടന്ന് മുഴുവൻ നശിച്ചുപോയി മയ്യത്തുകൾ ഇങ്ങനെ കുന്നുകൂടുമ്പോൾ അവരെ മറമാടാൻ വസ്ത്രങ്ങളില്ലാത്ത സാഹചര്യം വരുമ്പോൾ കളിമണ്ണുകൾ ഇങ്ങനെ ഉരുട്ടി ചെളിയാക്കിയിട്ട് ഇങ്ങനെ തേച്ചു കൊടുക്കുക. അവർക്ക് കാണാത്ത വിധത്തിൽ മൊത്തം മണ്ണ് കൊണ്ടങ്ങ് തേച്ച് നിറക്കുക. വസ്ത്രമില്ല, എന്താ ചെയ്യണം? അല്ലെങ്കിൽ പുല്ലുകൾ ഉപയോഗിക്കാം, തോലുകൾ ഉപയോഗിക്കാം. വസ്ത്രമില്ലെങ്കിൽ തോല്, അതുമില്ലെങ്കിൽ പുല്ല്, അല്ലെങ്കിൽ പിന്നെ മണ്ണ്. ഇങ്ങനെയാണ് ഫുഖഹാവ് പറയുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകാലോ. അപ്പൊ ശരീരത്തെ മൂടുന്ന വിധത്തിലുള്ള 3 കഫൻ തുണി, ഇതാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായത്. ഏറ്റവും വലിപ്പമുള്ളതും ഏറ്റവും മുന്തിയതും ആദ്യം വിരിക്കുക. പിന്നെ ചെറിയതാണെങ്കിൽ അതിൻ്റെ മേലെ, പിന്നെയും ചെറുപ്പമുണ്ടെങ്കിൽ അതിൻ്റെ മേലെ. അപ്പോ ഓരോ കഫൻ തുണിയും നല്ല കൊണ്ട് പുകപ്പിക്കൽ സുന്നത്താണ്. നല്ല മണമുള്ളതാവണം, സുഗന്ധങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ അന്ന് പറഞ്ഞ മജ്മു ഒഴിവാക്കുന്നതാണ് നല്ല. ജന്നത്തുൽ ഫിർദൗസ് ഉണ്ടല്ലോ, പച്ച ജന്നത്തുൽ ഫിർദൗസ്, അത് ഒഴിവാക്കുന്നതാണ് പരമാവധി നല്ലത്. നല്ല വാസനയുള്ള അത്തറുകൾ ഉപയോഗിക്കണം. അവിടെയാണ് അതൊക്കെ ഉപയോഗിക്കേണ്ടത്. പൈസ ചെലവാക്കേണ്ടത് അവിടെയാണ്. അത് ഏറ്റവും കോറ സാധനം കൊണ്ട് അതങ്ങോട്ട് നശിപ്പിച്ച് അതല്ല, നല്ല മുന്തിയ സാധനം കൊണ്ട് വരണം. ഊതൊക്കെ പുകപ്പിക്കേണ്ടത് അപ്പോഴാണ്. നല്ല വിലപിടിപ്പുള്ള ഊത് പുകപ്പിച്ചിട്ട് ഓരോ കഫൻ തുണിയും ഈ ഊതിൽ ഇങ്ങനെ പുക തട്ടിയിട്ട് വിരിച്ചു കൊടുക്കണം. കർപ്പൂരത്തിൻ്റെ പൊടി ഒരൽപ്പം വിതറി കൊടുക്കണം. പുകപ്പിച്ചതിന് പുറമെ തന്നെ നല്ല അത്തർ, വില കൂടിയ അത്തറുകൾ സുഗന്ധമായി ഉപയോഗിക്കണം. അങ്ങനെ ഓരോന്നും പുകപ്പിക്കുക, രണ്ടാമത്തതും വിരിച്ചു കൊടുക്കുക, അതിലും കുറച്ച് കർപ്പൂരം ഇടുക, പരമാവധി നല്ല അത്തറുകൾ പൂശുക, മൂന്നാമത്തതും പുകപ്പിക്കുക, അതും ഇതുപോലെ തന്നെ അതിന് മേലെ വിരിച്ചു കൊടുക്കുക. എന്നിട്ട് മയ്യത്ത് അതിൻ്റെ മുകളിൽ കിടത്തിയിട്ട് ചന്തിക്ക് ആദ്യം നല്ല ഒരു കെട്ട് കെട്ടണം പൃഷ്ഠഭാഗത്ത്. ഫുഖഹാവ് പറയുന്നത് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് കെട്ടുന്നത് പോലെ കെട്ടണമെന്നാണ്. എന്ന് പറഞ്ഞാൽ പിന്തുവാരത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും തന്നെ ഗ്യാസ് പുറത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ നല്ല ടൈറ്റായിട്ട് പിൻഭാഗം പൃഷ്ഠഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കണം. അത് കഫൻ തുണിയുടെ മേലെയല്ല കെട്ടേണ്ടത്, അല്ലാതെ തന്നെ കെട്ടണം. നല്ല സുഗന്ധം ഉപയോഗിച്ച പഞ്ഞികളൊക്കെ ഒരൽപ്പം കൂടുതൽ എടുത്തിട്ട് മുന്നും പിന്നും കവർ ചെയ്യുക. എന്നിട്ട് നല്ലപോലെ അങ്ങനെ നീളത്തിൽ കവർ ചെയ്ത് വെച്ചിട്ട് പൃഷ്ഠഭാഗം നല്ലപോലെ ഒന്ന് കെട്ടുക. അതിനുശേഷം പിന്നെ എല്ലാ സ്ഥലങ്ങളിലും തുറക്കപ്പെട്ട ദ്വാരങ്ങളിലുള്ള സ്ഥലങ്ങൾ കൃത്രിമമായി എവിടെയെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇതുപോലെ നല്ല സുഗന്ധമുള്ള പഞ്ഞി വെച്ച് കൊടുക്കുക. കണ്ണിൽ വെക്കണം, മൂക്കിൽ വെക്കണം, സുജൂദിൻ്റെ സ്ഥലത്ത് വെക്കണം,
അതുപോലെ എവിടൊക്കെയാണോ സുജൂദിൻ്റെ അവയവങ്ങൾ തട്ടുന്നത് നിലത്ത് അവിടങ്ങളിലെല്ലാം പഞ്ഞികൾ വെക്കണം, പരുത്തി വെച്ച് കൊടുക്കുക. കയ്യിൽ വെക്കണം, നെറ്റിയിൽ വെക്കണം, മുട്ടിൽ വെച്ച് കൊടുക്കണം, കാലിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലായിടത്തും പരുത്തികൾ വെച്ച് റെഡിയാക്കിയതിന് ശേഷം ഒന്നാമത്തെ തുണി നമ്മളെങ്ങനെയാണോ ജീവിതകാലത്ത് ഉടുക്കാറുള്ളത് അതുപോലെ മയ്യത്തിന് കഫൻ ചെയ്തു കൊടുക്കണം. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഖഫയിൽ അത് വിശദീകരിച്ചിട്ട് പറഞ്ഞു, കൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന ആളുകൾ തുണിയെടുക്കുന്നത് പോലെയാണ് മയ്യത്തിന് കഫൻ ചെയ്തു കൊടുക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന ആള് തുണിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ശൈലിയുണ്ട്. ചില ആളുകൾ ആദ്യം നമ്മൾ വലത്തോട്ട് എടുക്കും, പിന്നെ നമ്മൾ ഇടത്തോട്ട് എടുക്കും. അതാണ് അതിൻ്റെ ഒരു ശൈലി. നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണ മാതിരി അല്ലേ, ഇടത്തെ കൈ ആദ്യം വെക്കും, വലത്തെ കൈ പിന്നെ വെക്കൂലേ, ഇതേപോലെയാണ് തുണിയെടുക്കേണ്ടത്. ചില ആളുകൾ എന്ത് ചെയ്യും, ഇത് ആദ്യം എടുത്തിട്ട് പിന്നെ ഇങ്ങനെ വെക്കും. അത് സുന്നത്തിന് വിരുദ്ധമാണ്. തുണിയെടുക്കേണ്ടത് ആദ്യം വലതുഭാഗത്തേക്ക് പോകണം. പിന്നെ അതിന് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു രൂപമാണ് ഈ പറഞ്ഞത്, ഈ തക്ബീർ കെട്ടുന്ന രൂപം പോലെ. ഇങ്ങനെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മൂത്രിച്ചിട്ടൊരു സ്ഥലത്ത് വെള്ളം ഉണ്ടായില്ല, എന്നാൽ നമുക്ക് മനോഹരം ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ മൂത്രിച്ചിട്ട് വെള്ളമില്ല ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണിപ്പോൾ, കയ്യിൽ പിടിച്ച് പോകേണ്ട ഒരു സാഹചര്യം വന്നത് വിചാരിച്ചോളി. അതേസമയം മറ്റേ രൂപത്തിലാണ് തുണി എടുത്തതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ വരുമ്പോണ്ടല്ലോ എല്ലാം കൂടി ആൾക്കാർ കാണും. അപ്പൊ അതുകൊണ്ട് എല്ലാ സമയത്തും നമുക്ക് ആ സുന്നത്ത് ലഭിക്കാൻ ഇടതുഭാഗത്തേക്ക് തന്നെ മേൽഭാഗം വരുന്ന കണ്ടീഷനിൽ അത് കൈകാര്യം ചെയ്യാം. കൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന ആളുകൾ തുണിയെടുക്കുന്നത് പോലെ. അപ്പൊ ആദ്യം ഇങ്ങനെ വലത്തോട്ട് മടക്കി പിന്നെ ഇടത്തോട്ട് മടക്കി ഓരോ ഭാഗവും നല്ല വടിവത്ത രൂപത്തിൽ കഫൻ തുണി പരമാവധി ഒഴിഞ്ഞ് നേരെയാക്കി കൂട്ടിപ്പിടിക്കുക. പിന്നെ അടുത്തതും ഇതുപോലെ തന്നെ വലത്തോട്ട് വെച്ച് ഇടത്തോട്ട് വെച്ച്, പിന്നെ മൂന്നാമത്തെ തുണിയും ഇതുപോലെ വലത്തോട്ട് വെച്ച് ഇടത്തോട്ട് വെച്ചിട്ട് മേലെയും അടിയും ചുരുട്ടിക്കെട്ട്, നടുവിലും ഒരു കെട്ട്. കബറിലേക്ക് ഇറക്കുന്ന സമയത്ത് ഈ കെട്ടൊക്കെ അയച്ചു വെക്കുക. നടുവിലും കെട്ടണം, അതുപോലെ തലഭാഗത്തും കെട്ടണം, താഴെയും കെട്ടണം. നേരത്തെ ഉപയോഗിച്ച തുണികളാണെങ്കിൽ അതിന് കൂടുതൽ ഫലമുണ്ട്. വയുസന്നു കൗനുൽ കഫനി അബിയദ മഗ്ഫൂലൻ നദീഫൻ സാബിഗൻ ഗൈറ ആലിം, കഴുകി വൃത്തിയാക്കിയ വസ്ത്രമായിരിക്കുക, അത് സുന്നത്താണ്. വെള്ളയായിരിക്കുക, നല്ല വൃത്തിയുള്ളതായിരിക്കുക, ആകെ മൂടുന്ന വസ്ത്രമായിരിക്കുക, ഇതെല്ലാം പ്രത്യേകം സുന്നത്താണ്. കഫൻ തുണി ഒരുക്കി തയ്യാറാക്കി വെക്കുക എന്നത് പ്രത്യേക ഒരു സുന്നത്തുള്ള കാര്യമൊന്നുമല്ല. ഖബർ നേരത്തെ ഒരുക്കി തയ്യാറാക്കി വെക്കൽ സുന്നത്താണ്. ഖബർ, നമുക്കുള്ള ഖബർ കുത്തിവെക്കുക. പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇങ്ങനെ കാണാമല്ലോ, പഠിച്ചാനെ ഇതിലാണല്ലോ ഞാൻ കിടക്കാനുള്ളത്, കളിയൊക്കെ നിർത്തണം എന്ന് നമ്മളിങ്ങനെ വിചാരിക്കും ഖബർ കാണുമ്പോൾ. അതുകൊണ്ട് ഖബർ നേരത്തെ തന്നെ ഒരുക്കി തയ്യാറാക്കി വെക്കൽ പ്രോത്സാഹനജനകമാണ്, അത് സുന്നത്താണ്. കഫൻ തുണി ഒരുക്കി തയ്യാറാക്കി വെക്കുന്നത് ഒരു സാധാരണ ഒരു തുണി എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അതേസമയം നമുക്ക് നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ ഉപയോഗിച്ച ഒരു തുണി നമുക്ക് തന്നു, നമുക്ക് ബർക്കത്തുണ്ട് എന്ന് വിചാരമുള്ള, ബർക്കത്തൊക്കെ ആപേക്ഷികമാണ്. ചില ആൾക്കാർക്ക് വലിയ ബർക്കത്ത് തോന്നും, ചിലർക്ക് തോന്നൂല. തോന്നുന്നവർ ഉപയോഗിക്കുക, അല്ലാത്തവർ വേണ്ടാന്ന് നോക്കുക, അത്രയുള്ള നിഷേധിക്കാന്ന് പോലും. അത് നല്ലതാണ്. ചില ആളുകൾ ഹജ്ജും ഉംറയൊക്കെ ജീവിതത്തിൽ എല്ലാ ഹജ്ജിനും എല്ലാ ഉംറക്കും ഒരേ വസ്ത്രം ഉപയോഗിക്കുന്നവരുണ്ട്. ഭയങ്കര ചിട്ടയാണ് അതൊക്കെ.
അതൊന്നും എല്ലാവരെ കൊണ്ടൊന്നും പറ്റൂല. ജീവിതത്തിൽ എല്ലാ ഉംറയും എല്ലാ ഹജ്ജും ഒരേ വസ്ത്രം ഉപയോഗിച്ച് അത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച് ഇനി അതിൽ തന്നെ കഫൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വലിയ ബർക്കത്തുള്ള കാര്യമാണ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു മുണ്ട് നെയ്തു കൊടുത്തു. അങ്ങനെ ആ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതെന്റെ കൈ കൊണ്ട് ഞാൻ നെയ്തുണ്ടാക്കിയ വസ്ത്രമാണ്, ഇത് നബിതങ്ങൾ ധരിക്കണം. അങ്ങനെ നബിതങ്ങൾ അത് ഉടുത്തു വന്നപ്പോൾ വേറൊരു സഹാബി അത് നോക്കിയിട്ട് പറഞ്ഞു, ആ നല്ല മൊഞ്ചുള്ള വസ്ത്രം എവിടുന്നാണ് നബി അത് കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പൊ ആ ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായി മൂപ്പർക്ക് ഇതിൽ വലിയ താല്പര്യമുണ്ട് ഉണ്ടല്ലോ. നമ്മളൊരു അത്തർ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ വേറൊരാൾ പറയും, അത് നല്ല അത്തർ കേട്ടോ, ഇത് എവിടുന്ന്? അതിൻ്റെ അർത്ഥം എനിക്ക് കിട്ടിയാൽ കുറച്ച് തിരക്കടില്ലായിരുന്നു എന്നാണ്. അയാൾ പിന്നെ ചോദിക്കുന്നില്ല എന്നുള്ള. അത്തർ ചോദിക്കാൻ പാടില്ലല്ലോ. അത്തർ ഒരാളോട് ചോദിക്കാനും പാടില്ല, കൊടുത്ത അത്തർ വേണ്ട എന്ന് പറയാനും പാടില്ല. രണ്ടും കറാത്താണെന്നാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ ഉസ്താദ്മാരെ കാണാൻ പോകുമ്പോൾ അത്തറാണ് എന്ത് ചെയ്യുക, കൊണ്ടുപോയി കൊടുക്കുക. കാരണം എന്താ, അത്തർ കൊടുത്തതിനും വേണ്ടാന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പത്ത് ഉസ്താദ്മാർ പറഞ്ഞേക്കാം. അപ്പോ പറഞ്ഞുകൊണ്ട് വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൈമുണ്ട് എടുത്തു വന്നപ്പോ ഒരു സ്വഹാബി പറഞ്ഞു, ഓ നല്ല ഭംഗിയുള്ള മൊഞ്ചുള്ള വസ്ത്രം, ഇത് എവിടുന്നാ കിട്ടുക എന്ന് വെച്ചു. അപ്പൊ നബിതങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഇതിൽ വലിയ താല്പര്യമുണ്ട്. നബിതങ്ങൾ ആ വസ്ത്രം അയാൾക്ക് സംഭാവന ചെയ്തു. പിറ്റേ ദിവസം മൂപ്പരത് കൊടുത്തു വന്നപ്പോൾ സഹാബികൾക്കത് പിടിച്ചില്ല. നബിതങ്ങൾക്ക് ഒരാൾ സംഭാവന കൊടുത്തത് കൂടുതൽ ധരിക്കാൻ സമയം കൊടുക്കാതെ അത് വാങ്ങുക എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്ത് ചോദിച്ചാലും തരും. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല, നമ്മളൊക്കെ അഭിപ്രായപ്പെടുന്നത് പോലെ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു തുണി വേണമെന്നല്ല ആഗ്രഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ തട്ടിയ ഒരു തുണി എനിക്ക് കിട്ടിയാൽ ഞാനത് എടുത്ത് സൂക്ഷിച്ച് എൻ്റെ കഫൻ തുണിയായി ഉപയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അത് വാങ്ങിയത്. ഫജഅലഹു കഫന, അങ്ങനെ അദ്ദേഹത്തെ അതിലാണ് കഫൻ ചെയ്തത് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പൊ ഇങ്ങനെ നല്ല ബർക്കത്തുള്ള വസ്ത്രങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഹജ്ജിനും ഉംറയ്ക്കൊക്കെ ഈറാൻ കെട്ടുമ്പോൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ സംസം വെള്ളം കൊണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല ലെവലിൽ നമ്മൾ സൂക്ഷിച്ചു പോരുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ബർക്കത്തുണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ അവരിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങളാണ്. ആ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കഫൻ ചെയ്യണമെന്ന നിയത്തിൽ നേരത്തെ തന്നെ അത് എടുത്തു വെക്കാം. കഫൻ തുണിയിൽ ഒന്നും ഖുർആനോ അല്ലെങ്കിൽ ദിക്റുകളോ ഒന്നും തന്നെ എഴുതാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും എഴുതണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ സംസം വെള്ളം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പച്ചവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഈർക്കിളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എഴുതുക. അതിങ്ങനെ എഴുതിങ്ങനെ വരുമ്പോഴേക്കും അത് മാഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എഴുത്തിൻ്റെ ഒരു അസർ അതിലുണ്ടാവും. അല്ലാതെ മഷി ഉപയോഗിച്ചുകൊണ്ട് കഫൻ തുണിയിൽ എഴുതാൻ പാടില്ല. ദിക്റിന്റെ ഒരു വാക്കും വിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള ഒരു പദവും കഫൻ തുണിയിൽ വരരുത്. അതല്ലാത്ത രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സംസം വെള്ളമൊക്കെ ഉപയോഗിച്ച് ഈർക്കിൾ ഉപയോഗിച്ചുകൊണ്ട് വെറുതെ ഫാത്തിഹ ആയത്തെ കുറിച്ചൊക്കെ അവിടെ കാണുന്നില്ലല്ലോ, ഈ കണ്ടീഷനിൽ വേണമെങ്കിൽ എഴുതാം. കാരണം ഇനി അത് പോകുന്നത് മലിനപ്പെടാനാണ്. ഒരു മനുഷ്യൻ മരിച്ചു കിടന്നതിന് ശേഷം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, പിന്നെ അങ്ങനെ പൊട്ടി ഒലിച്ച് അവിടെ നിരസായി വൃത്തികേടായി പുഴുക്കൾ വന്ന് പലതും സംഭവിക്കും. അതിലെല്ലാം അള്ളാഹുവിൻ്റെ പേരും ആയത്തുകളും അടങ്ങുന്ന ഈ കഫൻ തുണി അതിന് ഭാഗവക്കാവും, അതിൽ അഴുക്കുകൾ പുരളും. അതുകൊണ്ട് ഫുഖഹാവ് പറയുന്നു കഫൻ തുണിയിൽ അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ കഫൻ ചെയ്യുമ്പോൾ നമ്മൾ കെട്ടിയിട്ടുള്ള 3 കെട്ടുകൾ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അത് അഴിച്ചിടൽ
സുന്നത്താണ്. അത് മയ്യത്തിനൊരു ഫ്രീഡം കൊടുക്കുകയാണല്ലോ നമ്മൾ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റഹ്മാനുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാവങ്ങളും മഹത്തായ ഈ സമയത്തിൻ്റെ മജ്‌ലിസിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ റഹ്മാനെ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഇടപാടുകളെല്ലാം നീ തീർത്തു തരണേ റഹ്മാനെ. ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും നല്ല സുന്ദരമായ ഒരു അമൽ ചെയ്ത് പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.